ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ലേസ് ചാട്ട് ഒന്ന് ഇതുപോലെ റെഡിയാക്കി നോക്കിക്കോ. നിങ്ങൾ ഒരു വട്ടം റെഡിയാക്കിയാൽ നിങ്ങൾ വീണ്ടും വീണ്ടും റെഡിയാക്കും, കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ്. ഞാനിവിടെ 2 തക്കാളി, 1 സവാള, 1 പച്ചമുളക്, കുറച്ച് സ്വീറ്റ് കോണാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി ഞാനൊന്ന് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തു. തക്കാളിയുടെ കുരു ഒന്ന് റിമൂവ് ചെയ്ത് കളയണം. അതിനുശേഷം ഞാൻ കുറച്ച് പനീറും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ 1 സ്പൂൺ ബട്ടർ തവയിലൊന്ന് ചൂടായി പൊഴിച്ചു കൊടുത്തു. അതിൻ്റെ കൂടെ നമ്മൾ പനീറും പിന്നെ സ്വീറ്റ് കോണും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് ഇത് സ്മെല്ലായിരിക്കുമല്ലോ, അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തു. നൈസായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതിയാവും. അതിനുശേഷം ഞാനിവിടെ ഒരു ബോളെടുത്ത് ബോളിലേക്ക് നമ്മൾ മേടിച്ച ലേസ് ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ നമ്മുടെ കൈ കൊണ്ടാണ് ഒന്ന് പ്രസ് ചെയ്യുന്നത്. ഒത്തിരി പൗഡർ ആക്കരുത്. ഒരു ലേസ് 2-3 അങ്ങനെ ആകുമ്പോഴത്തേക്ക് സ്റ്റോപ്പ് ചെയ്യണം. അതിനുശേഷം നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ, ഒനിയോൺ അതെല്ലാം കൂടി നമ്മളൊന്ന് ഇതിലോട്ടിട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ പനീറും, പിന്നെ ഞാനിവിടെ 1/4 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ചാട്ട് മസാല ഉണ്ടായിരുന്നു, ഞാൻ അതും കൂടി എടുത്തിട്ടുണ്ട്. 1/4 സ്പൂൺ അല്ലെങ്കിൽ 1 സ്പൂൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഇടുക, അല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. പിന്നെ ഞാൻ ഇവിടെ ചില്ലി ഫ്ലെക്സ് 1/2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ സേന്ത നമുക്കെന്ന് പറയുന്ന ഉപ്പുണ്ടായിരുന്നു, ഞാൻ ആ ഉപ്പും കൂടിയാണ്, സാധാ ഉപ്പ് ഇട്ടാലും മതിയാവും. അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് ഞാനൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി മറിച്ചു. അത് കാണുമ്പോഴേ എനിക്ക് ഇളക്കിക്കൊണ്ട് നിന്നപ്പോഴേ എനിക്ക് അതെടുത്ത് കഴിക്കാനാണ് തോന്നിയത്. നല്ല ടേസ്റ്റായിരുന്നു ഗൈസ്, സൂപ്പർ ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നിങ്ങളൊരു വട്ടം റെഡിയാക്കിയാൽ വീണ്ടും വീണ്ടും നിങ്ങൾ റെഡിയാക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് കമൻറ്റ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാതിരിക്കരുത്. ഓക്കെ, ബൈ.